ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്ന നല്ല നാടൻ ചക്കക്കൂട്ടാനാണ് കേട്ടോ. അപ്പോൾ പല സ്ഥലങ്ങളിലും ഇതിന് പല പേരാണെന്നറിയാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ചക്കക്കൂട്ടാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത് നമ്മൾ മെയിനായിട്ട് നമ്മുടെ ചക്ക ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 35 ചുളയാണ് എടുത്തേക്കുന്നത്. അതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇനി കുക്കറിലിട്ടാണ് ഈ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ഈ ഒരു ചക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത്. വീട്ടിൽ പോയ സമയത്ത് കുറച്ച് ചക്ക കൊണ്ടതപ്പോൾ ഇത് വെച്ച് കറി ഉണ്ടാക്കാമെന്ന് കരുതിയത്. അപ്പോൾ നിങ്ങൾക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ചക്ക ഫുള്ളായിട്ട് ഇതിലോട്ട് ചേർത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. ഉപ്പ് ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് ഇത് വെന്ത് വന്നതിന് ശേഷമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ചക്ക വെന്ത് കിട്ടാൻ കുറച്ച് ടൈം പിടിക്കും. അപ്പോൾ കാരണം ഞാൻ ഇതുപോലെ ഒന്ന് അടച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു 4-5 വിസിൽ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ ചക്കയ്ക്ക് ഓരോ വേവാണ്. അപ്പോൾ അത് നോക്കിയിട്ട് വേവിച്ചെടുക്കാണ്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്ക വെന്ത് വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/2 കപ്പ് അളവിൽ ചെറിയ നാളികേരം ചേർക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. ചെറിയൊരു ക്വാണ്ടിറ്റിയിലായ കാരണം ഞാൻ 1/2 കപ്പ് മാത്രമേ തേങ്ങ എടുത്തിട്ടുള്ളൂ. ഇതിലോട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും 2 ചെറിയുള്ളിയും 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ മുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്ന കേട്ടോ. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകവും ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളകും കൂടെ ചേർത്തേണ്ടി നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഇത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കേണ്ടതൊന്ന് അരച്ചെടുക്കാനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി. ഇത് നമുക്ക് ഫൈനായിട്ട് അരച്ചെടുത്ത് മാറ്റിക്കാം കേട്ടോ. ഈ ഒരു ടൈമിലാകുമ്പോഴേക്കും നമ്മുടെ ചക്കൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവണം കേട്ടോ. അപ്പോഴേ നല്ല ചക്കക്കൂട്ടം നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ വെന്തുകൊണ്ട് ഞാനൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ കുക്കറിൽ തന്നെ ചെയ്തോളൂ. ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു പരന്ന പാത്രത്തിലോട്ട് മാറ്റിയാണ്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതിലോട്ട് അരച്ച് മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ അരപ്പും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഉപ്പൊക്കെ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മളെ ചക്ക കുറച്ചൊന്ന് ഞാനൊന്ന് ഉടച്ചു കൊടുക്കുന്നത് കേട്ടോ. ഉടച്ചു കൊടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ അതൊന്ന് തിക്കായിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഒരുപാട് അങ്ങ് അടച്ചിട്ടില്ല. കുറച്ച് കഷ്ണങ്ങൾ അങ്ങനെ കടിക്കാനായിട്ട് കിട്ടുന്ന രീതിക്കും കുറച്ച് കഷ്ണങ്ങൾ മാത്രം ഒന്ന് ഈ ഒരു തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്കിതിലോട്ട് താളിപ്പിനായിട്ട് ഞാനൊരു ചീനച്ചട്ടിയിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണുള്ള കടുകും 2 വറ്റൽമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കൊന്ന് താളിച്ചിട്ട് നമ്മുടെ ഈ ഒരു കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ കറി ഫിനിഷായി കേട്ടോ. ഇപ്പോൾ നമ്മൾ ചക്കക്കൂട്ട നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇരിക്കും തോറും ഇനി ഇതിങ്ങനെ ചൂടാറുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു ചക്കക്കൂട്ട അങ്ങനെ തിക്കായിട്ട് വരിക. കാരണം ഞാൻ കുറച്ച് ലൂസായിട്ടുള്ള ഒരു പാകത്തിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല കട്ടൻ ചായയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുടെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ വേണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.